വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണിത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. പക്കോട ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കനം കുറച്ച് വേണേ അരിഞ്ഞെടുക്കാൻ. കനം കൂട്ടി അരിയരുത് കേട്ടോ, നല്ല കനം കുറച്ചിട്ട് അരിയുക. എന്നാലേ പക്കോട നല്ല ടേസ്റ്റും വരത്തുള്ളൂ, അതുപോലെ തന്നെ നല്ലോണം മുരിഞ്ഞും കിട്ടത്തുള്ളൂ. ഇത് 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 സവാളയാണ്. ഇതും ഇതുപോലെ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ഉരുളൻകിഴങ്ങ് അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്, അതും കൂടി ചേർക്കാം. ഇത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മുഴുവനും കടലമാവ് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കടലമാവ് ചേർക്കരുത്, അപ്പോൾ പക്കോടയ്ക്ക് കടലമാവിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കും. ഇനി ഈ ഉള്ളിയും ഉരുളൻകിഴങ്ങും ഒന്ന് ഈ മാവ് കോട്ടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ മുഴുവൻ കടലമാവും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇതിൽ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളവും ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് പക്കോട തയ്യാറാക്കി എടുക്കാം. പക്കോട തയ്യാറാക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് കുറേശ്ശെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കുക, എന്നിട്ട് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കാരണം നമ്മൾ ഈ പൊട്ടറ്റോ ഒന്നും വേവിച്ചെടുത്തതല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ലേ. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പക്കോട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പക്കോടയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.